ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. കുവൈറ്റ് അപകടത്തിൽ ജീവൻ നഷ്ടമായ പ്രവാസികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. കുവൈറ്റിൽ മരിച്ച കേരള, കർണാടക, തമിഴ്നാട് സ്വദേശികളുടെ ഭൌതികദേഹം കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങി. അന്തിമോപചാരം അർപ്പിച്ച് സംസ്ഥാന സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെ അപുലിയയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കും. രക്തദാതാക്കൾക്ക് നന്ദി അർപ്പിച്ച് ഇന്ന് ലോക രക്തദാന ദിനം. യൂറോ കപ്പ് ഫുട്ബോളിന് ഇന്ന് ജർമ്മനിയിൽ തുടക്കം. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ USA അയർലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 45 പ്രവാസികളുടെ ഭൌതികദേഹം വഹിച്ചുകൊണ്ടുള്ള വ്യോമസേന പ്രത്യേക വിമാനം കൊച്ചിയിലെത്തി. കേരളത്തിൽ നിന്നുള്ള 23 പേരുടെയും തമിഴ്നാട്ടിലെ 7 പേരുടെയും കർണാടക സ്വദേശിയായ ഒരാളുടെയും ഉൾപ്പെടെ 31 ഭൌതിക ശരീരം കൊച്ചിയിൽ ഏറ്റുവാങ്ങി. മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ വ്യോമസേനാ വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അനുഗമിക്കുന്നുണ്ട്. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ സഹമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഭൌതികദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ സഹായിച്ച കുവൈറ്റ് ഭരണകൂടത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു. കുവൈറ്റിൽ മരിച്ച മലയാളികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ഭൌതികദേഹങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ കെ രാജൻ, പി രാജീവ്, റോഷി അഗസ്റ്റിൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ ചേർന്ന് ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാർ അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഗാർഡ് ഓഫ് ഓണർ നൽകി. അവരവരുടെ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നടപടികൾ പുരോഗമിക്കുന്നു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കാൻ കുവൈറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഏകോപിതമായ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾ മുൻകൈയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശരിയായ രീതിയിൽ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ കുവൈറ്റ് ഗവൺമെന്റ് തന്നെ നേതൃത്വം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റും കുവൈത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ വേഗത കൂട്ടാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ജീവസന്ധാരണത്തിന് വേണ്ടി പോയവരാണ് ഈ രീതിയിൽ ദുരന്തത്തിനിരയായിട്ടുള്ളത്. അപ്പോ ആ കുടുംബത്തെ എത്ര കണ്ട് സഹായിച്ചാലും മതിവരില്ല. അതുകൊണ്ട് തന്നെ ഫലപ്രദമായ ഇടപെടൽ കുവൈത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നും ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും കൊച്ചി വിമാനത്താവളത്തിലെത്തി മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. തമിഴ്നാട്ടിൽ നിന്നും ന്യൂനപക്ഷ കാര്യമന്ത്രി ജിൻജി KS മസ്താന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. കർണാടകയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ ഭൌതികദേഹം ഏറ്റുവാങ്ങും. കുവൈറ്റിൽ മരിച്ച കൊല്ലം സ്വദേശികളുടെ മൃതദേഹം ഉച്ചയ്ക്ക് ശേഷം സ്വദേശത്തെത്തിക്കും. കൊല്ലം സ്വദേശികളായ 5 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. ശൂരനാട് സ്വദേശി U ഷമീർ, ആദിച്ചനല്ലൂർ സ്വദേശി VO ലൂക്കോസ്, പുനലൂർ സ്വദേശി സാജൻ ജോർജ്, പെരിനാട് സ്വദേശി സുമേഷ് S പിള്ള, കരുനാഗപ്പള്ളി സ്വദേശി ഡെന്നി ബേബി എന്നിവരാണ് മരിച്ചത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ മരിച്ചവരുടെ വീടുകളിലെത്തി ഉറ്റവരെ ആശ്വസിപ്പിച്ചു. കുവൈറ്റിലുണ്ടായ അപകടത്തിൽ പത്തനംതിട്ട സ്വദേശികളായ 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കീഴ്വായ്പൂർ സ്വദേശി സിബിൻ T എബ്രഹാം, തിരുവല്ല സ്വദേശി തോമസ് ഉമ്മൻ, നിരണം സ്വദേശി മാത്യു ജോർജ്, കോന്നി സ്വദേശി സജു വർഗീസ്, പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ, പന്തളം സ്വദേശി ആകാശ് S നായർ എന്നിവരാണ് മരിച്ചത്. കോട്ടയം സ്വദേശികളായ ശ്രീഹരി, ഷിബു വർഗീസ്, സ്റ്റെഫിൻ എബ്രഹാം സാബു, ആലപ്പുഴ സ്വദേശി മാത്യു തോമസ്, മലപ്പുറത്തു നിന്നുള്ള നൂഹ്, ബാഹുലേയൻ, കണ്ണൂർ സ്വദേശികളായ വിശ്വാസ് കൃഷ്ണൻ, നിതിൻ, UK അനീഷ് കുമാർ, തൃശൂർ സ്വദേശി ബിനോയ് തോമസ്, കാസർഗോഡ് സ്വദേശികളായ കുഞ്ഞിക്കേളു, രഞ്ജിത്ത്, തിരുവനന്തപുരം സ്വദേശികളായ അരുൺ ബാബു, ശ്രീജേഷ് എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. കുവൈറ്റിലെ തെക്കൻ മംഗഫ് മേഖലയിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിന് തീപിടിച്ച സംഭവത്തിൽ കുവൈറ്റിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷണം ആരംഭിച്ചു. തീപിടുത്തത്തിന് പിന്നിലെ കാരണങ്ങളും അപകടമുണ്ടാകാനിടയായ സാഹചര്യവും കണ്ടെത്താനാണ് അന്വേഷണം ലക്ഷ്യമിടുന്നത്. പരിക്കേറ്റവർക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ നൽകാനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റ് ദുരന്തത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുശോചനം രേഖപ്പെടുത്തി. കുവൈറ്റിൽ സംഭവിച്ചത് വാക്കുകൾക്ക് അതീതമാണെന്നും അതീവ ദുഃഖകരമെന്നും ഗവർണർ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെ അപുലിയയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കും.
ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയുടെ ക്ഷണപ്രകാരം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. ഇന്ത്യ ഇറ്റലി തന്ത്രപ്രധാനമായ പങ്കാളിത്തം ഏകീകരിക്കാനും ഇന്തോ പസഫിക് മെഡിറ്ററേനിയൻ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പുറപ്പെടുന്നതിന് മുൻപ് പ്രധാനമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയുടെ കഴിഞ്ഞ വർഷത്തെ ഇന്ത്യൻ സന്ദർശനങ്ങൾ ഉഭയകക്ഷി ബന്ധത്തിന് ആക്കം കൂട്ടുന്നതിൽ നിർണായകമായെന്ന് ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡ, യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി എന്നിവരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർച്ചയായി 3-ാം തവണയും അധികാരമേറ്റ ശേഷം പ്രധാനമന്ത്രി മോദി നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ലോക കേരള സഭയുടെ 4-ാം പതിപ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് കേരള നിയമസഭാ സമുച്ചയത്തിൽ നടക്കും. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം വിഷയാധിഷ്ഠിത സമ്മേളനങ്ങളും മേഖലാ സമ്മേളനങ്ങളും നടക്കും. ഇന്ന് ലോക രക്തദാന ദിനം. ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരം 2004 മുതലാണ് എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാന ദിനമായി ആചരിച്ചു തുടങ്ങിയത്. രക്തദാനത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി പതിവായി രക്തം നൽകാൻ ഏവരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ദിനാചരണം. ദാനത്തിന്റെ 20 വർഷം രക്തദാതാക്കൾക്ക് നന്ദി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഇതര സംസ്ഥാനക്കാരായ കുട്ടികളെ പഠന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇടുക്കിയിൽ 30 സ്പെഷ്യൽ ട്രെയിനിംഗ് സെന്ററുകൾ പ്രവർത്തനം തുടങ്ങി. അന്യദേശങ്ങളിലെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെത്തിയ കുട്ടികൾക്ക് സെന്ററുകൾ ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. തോട്ടം മേഖലയിലും നിർമ്മാണ മേഖലയിലും കുറഞ്ഞ കാലയളവിലേക്ക് മാത്രമെത്തി പണിയെടുക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്കായാണ് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ കുറച്ചുനാൾ മാത്രം ഇവിടെ തങ്ങിയതിനു ശേഷം മടങ്ങുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരുടെ കുട്ടികൾക്കാണ് സ്പെഷ്യൽ ട്രെയിനിംഗ് സെന്ററുകൾ സഹായകമാകുക. തൊഴിലാളികളുടെ ലയങ്ങൾക്കടുത്തായും മറ്റുമാണ് സെന്ററുകളുടെ പ്രവർത്തനം. സ്ഥിരമായി താമസിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നുണ്ട്. പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി കുട്ടികളാണ് ഇത്തരത്തിൽ ഇടുക്കിയിലുള്ളത്. ഇവരിൽ ഭൂരിപക്ഷവും പഠന ഭാഷയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മലയാളമാണ്. യൂറോ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1 മാസം നീണ്ടുനിൽക്കുന്ന ആവേശ പോരാട്ടങ്ങൾക്കാണ് ജർമ്മനി വേദിയാകുക. മ്യൂണിക്കിലെ ഫുട്ബോൾ അരീനയിൽ ആതിഥേയരായ ജർമ്മനിയും സ്കോട്ട്ലൻഡും ഏറ്റുമുട്ടുന്നതോടെയാണ് പോരാട്ടങ്ങൾക്ക് തുടക്കമാകുന്നത്. ICC T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് നടന്ന മത്സരത്തിൽ പപ്പുവ ന്യൂഗിനിക്കെതിരെ അഫ്ഗാനിസ്ഥാന് 7 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത പപ്പുവ ന്യൂഗിനി 95 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ 15.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. രാത്രി 8-ന് രണ്ടാമത്തെ മത്സരത്തിൽ USA അയർലൻഡിനെ നേരിടും. പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധീനിയം എന്നിവ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB സങ്കലൻ ഓഫ് ക്രിമിനൽ ലോസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ആപ്പ് ലഭ്യമാകും. ആലപ്പുഴ മുഹമ്മയിൽ കാക്കകൾ കൂട്ടത്തോടെ ചത്തത് പക്ഷിപ്പനി മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇവിടെ താറാവുകൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ആലപ്പുഴയിൽ 10 കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ചെങ്ങന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. കുട്ടികളെല്ലാവരും സുരക്ഷിതരാണ്. മാന്നാർ ഭുവനേശ്വരി സ്കൂളിന്റെ ബസ്സിനാണ് രാവിലെ തീപിടിച്ചത്. പുക ഉയർന്നതിനെ തുടർന്ന് ഡ്രൈവർ വാഹനം നിർത്തി കുട്ടികളെ പുറത്തെത്തിച്ചു. അല്പസമയത്തിനുള്ളിൽ സ്കൂൾ ബസ് പൂർണ്ണമായി കത്തിനശിച്ചു. ചെങ്ങന്നൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ബസ്സിൽ പരിശോധന നടത്തി. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം 5-ന് തുറക്കും. നാളെയാണ് മിഥുനം 1. നാളെ മുതൽ ഈ മാസം 19 വരെ നെയ്യഭിഷേകം, ഉദയാസ്തമയ പൂജ, പടിപൂജ, കളഭാഭിഷേകം, കലശാഭിഷേകം, പുഷ്പാഭിഷേകം എന്നിവ ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈറ്റ് അപകടത്തിൽ ജീവൻ നഷ്ടമായ പ്രവാസികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. കുവൈറ്റിൽ മരിച്ച കേരള, കർണാടക, തമിഴ്നാട് സ്വദേശികളുടെ ഭൌതികദേഹം കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങി. അന്തിമോപചാരം അർപ്പിച്ച് സംസ്ഥാന സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെ അപുലിയയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കും. രക്തദാതാക്കൾക്ക് നന്ദി അർപ്പിച്ച് ഇന്ന് ലോക രക്തദാന ദിനം.
യൂറോ കപ്പ് ഫുട്ബോളിന് ഇന്ന് ജർമ്മനിയിൽ തുടക്കം. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ USA അയർലൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.